ഹലോ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചെറിയൊരു ഷോപ്പിംഗ് ഹാളാണ്. അപ്പോൾ ഇവിടെ UAE തന്നെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിംഗ് ആപ്പ് തേമു എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഹാൾ പോലെയാണ് ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ആപ്പ് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് വാങ്ങിക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഇത് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഈ ഒരു ആപ്പിൻ്റെ ചെറുതായിട്ടൊരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിന്ന് ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാക്കേജ് എത്തി, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു തേമു എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ എല്ലാ സാധനങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം എന്താണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് എന്താ പറയുക, പച്ചക്കറികൾ, പിന്നെ എന്താ പറയുക, ചെറിയ ചെറിയ പച്ചക്കറി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാതിരിയിൽ ഉള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇത് ഒരു പാക്കിൽ 3 വരും. പിന്നെ ഈ ഒരു 3 പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 ദിർഹംസാണ്, 6 ദിർഹംസാണ് ഈ 3 കൂടിയിട്ട് കൊടുത്തത്. അപ്പോൾ അത് തൊട്ട് നോക്കുമ്പോഴും പ്ലാസ്റ്റിക് തന്നെയാണ്, തൊട്ട് നോക്കുമ്പോഴും ഒരുവിധം കുഴപ്പമില്ല. ഭയങ്കര എന്താ പറയുക, ബ്രിട്ടിലല്ല, അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പൊട്ടണ ആ ഒരു ടൈപ്പല്ല, ഒരിത്തിരി ബലവും കുറച്ചൊരു കനവും ഉണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ സൈസൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ കുറേ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു സിലിക്കോൺ ലിഡാണ്, കുറച്ച് സ്ട്രെച്ചബിളായിട്ട് വരുന്ന സിലിക്കോൺ ലിഡ്. അപ്പോൾ ഇത് എന്താ പറയുക, ചില പാത്രങ്ങൾക്കൊക്കെ മൂടിയില്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കറികളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒഴിച്ച് വെക്കാനൊക്കെ, അപ്പോൾ അതിനൊക്കെ അങ്ങനത്തെ പാത്രങ്ങൾക്കൊക്കെ ഈ ഒരു സിലിക്കോൺ ലിഡ് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ ഫുള്ള് വാട്ടർമെലനൊക്കെ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ക്ലോസ് ചെയ്തിട്ടൊക്കെ ഈ ലിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു ബൗളാണ്, അപ്പോൾ അത് മൂടിയില്ലാത്തൊരു ബൗളിൽ ഇതുപോലെ വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ മേലെ ആയാലും നമ്മുടെ സ്റ്റീൽ ടംബ്ലറൊക്കെ ഇല്ലേ, സ്റ്റീൽ ഗ്ലാസിൻ്റെ മേലെയൊക്കെ ഇതേമാതിരി ഇത് മൂടി വയ്ക്കാൻ പറ്റും. അപ്പോൾ 5 ദിർഹംസാണ് ഈ ഒരു 6 പാക്കിന് വരുന്നത്. ഇനിയുണ്ട് സാധനങ്ങൾ, കഴിഞ്ഞിട്ടില്ല. അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ബോക്സ് വന്നു. പിന്നെ അത് ഈ ഒരു സാധനം കാണുമ്പോൾ അത് പേപ്പർ പ്ലേറ്റ് പോലെയാണ് ഉള്ളത് വെച്ചെങ്കിലും ഇതിപ്പോൾ നമ്മുടെ ഈ എയർ ഫ്രയറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എയർ ഫ്രയറിൽ ഈ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഇല്ലേ, അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു പാക്കിൽ 50 പീസസ് ഉണ്ടായിരുന്നു. 50 പീസസ് ഉള്ള ഒരു പാക്കാണിത്. പാച്ച്മെൻറ്റ് പേപ്പർ എയർ ഫ്രയറിലോ അവനിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്, ഇൻ കേസ് അതിൻ്റെ സൂട്ടബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് 50 പാക്കറ്റ് 3 ദിർഹംസാണ് ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. നമുക്ക് എന്താ പറയുക, അവനിലൊക്കെ മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതെ ഈ ഒരു അട്ടപ്പെട്ടി, ചെറിയൊരു അട്ടപ്പെട്ടിയിൽ വന്നിട്ടുള്ളത് ഒരു ഓർഗനൈസറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഡ്രസ്സിങ് ടേബിളിലൊക്കെ വെക്കാനാണ്. കാരണം എൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ ആകെ കുളമായിട്ടാണ് കിടക്കുന്നത്. കാരണം സാധനങ്ങളൊക്കെ എന്താ പറയുക, ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മൾ എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എടുത്തോടെ തന്നെ തിരിച്ച് വെക്കില്ല. അപ്പോൾ അതൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസർ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓർഗനൈസറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു 15 ദിർഹംസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതൊരു 3 ലെവലിലും പിന്നെ അതിൽ ചെറുതായിട്ട് 2 ഡ്രോറ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സ്പ്രേ ബോട്ടിലുകൾ, പിന്നെ ചെറിയ ചെറിയ ക്രീമുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടീഷൻസൊക്കെ ഉണ്ട്. വലിയ വലിയ ബോട്ടിലും വലിയ റൗണ്ട് നമ്മുടെ വലിയ നീവിയുടെ മോയ്സ്ചറൈസറിൻ്റെ ബോട്ടിലൊക്കെ ഡപ്പയില്ലേ, അപ്പോൾ അതൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. എന്നാലും സ്പ്രേ ബോട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇതുപോലെ 2 ചെറിയ ഡ്രോ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വെക്കാം. ഇത് മേക്കപ്പ് ഓർഗനൈസർ മാത്രമായിട്ടല്ല, ഇപ്പോൾ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലും നമുക്കിത് വെക്കാം. അവരുടെ പെൻസിലുകൾ, എറേസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സിങ് ടേബിളിൽ
ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയണം ഇതെടുത്ത് ഞാൻ തിരിച്ച് അതിൽ തന്നെ വെക്കണം എന്നും പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സംഭവം നീറ്റായിട്ടിരിക്കും. പിന്നെ ഇതും പ്ലാസ്റ്റിക് തന്നെയാണ്, അത്ര പെട്ടെന്ന് എന്താ പറയുക പൊട്ടി പോകുന്ന തരത്തിലുള്ളതല്ല. 15 ഗ്രാംസിന് കുഴപ്പമില്ല, നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഉള്ളത് സാധനം ഉണ്ട് അതിൽ. പിന്നെ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ആക്സസറീസാണ് വാങ്ങിച്ചത്. കാരണം ഈ തേമു വെബ്സൈറ്റിൽ അവരുടെ ആ ഒരു ആപ്പിൽ ആക്സസറീസൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ആക്സസറീസ്, കമ്മലുകൾ, ചെയിനുകൾ അങ്ങനത്തെ ഒക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചു. ഇതൊരു ബ്രേസ്ലെറ്റ് ആണിത്. ഒരു ബ്ലാക്ക് കളർ, ആ ഒരു സ്റ്റോൺ, 2 സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ബലം ഉണ്ട് ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ ഇത് 5 ദ്രാംസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ സാനുവിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു കമ്മൽ. ഇതിപ്പോൾ ചെറുതായിട്ടൊരു ഹാങ്കിങ് പോലെ ഒരു കമ്മൽ. ഇതൊരു നമ്മുടെ മയിൽപീലിയുടെ ആ ഒരു ഇതിലുള്ള ഒരു ഡിസൈനിൽ ഉള്ള ഒരു കമ്മലാണിത്. ചെറിയൊരു ഒരു നല്ല ഭംഗിയുള്ള ഒരു കമ്മൽ. കണ്ടപ്പോൾ അതിൽ ആ ആപ്പിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 3 ദ്രാംസാണ്. പിന്നെ അടുത്ത് വേറൊരു കമ്മലും കൂടിയും വാങ്ങിച്ചു ഞാനിപ്പോൾ. ഇതൊരു ഹാങ്കിങ് പോലത്തെ ഒരു കമ്മലാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒരു റെഡ് കളറിൽ അങ്ങനെ ഒരു കളർ ബീഡ്സോ സ്റ്റോണോ എന്തോ കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. ഇപ്പോൾ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് വരുന്നത്, ഇത് 5 ദ്രാംസിൻ്റെ കമ്മലാണ്. ഒരുവിധം കുഴപ്പമില്ല, നല്ല ഇത്തിരി കുറച്ച് വെയിറ്റും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്ന ടൈപ്പ് കമ്മലല്ല, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കുറച്ച് ആങ്ക്ലെറ്റ്സ് ആണ്. ഇപ്പോൾ സിംഗിൾ പീസായിട്ടുള്ള ആങ്ക്ലെറ്റ്സ് നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഭയങ്കര ഫാഷനിൽ ഉള്ളതാണ്. അപ്പോൾ അതിൽ ഈ ബ്ലാക്ക് കളറിലുള്ള ഒരു സെറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 4 ആങ്ക്ലെറ്റ്സ് ഉണ്ട്. ഇതിപ്പോൾ ചെറിയ ബ്ലാക്ക് ബീഡ്സ് പോലെയുള്ളതും അങ്ങനെ ഓരോരോ ചെറുതായിട്ട് പെൻഡൻറ്റ് പോലെയൊക്കെ കൊടുത്തിട്ട് ആങ്ക്ലെറ്റ്സ്. ഇപ്പോൾ ഈ ഒരു 4 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് 5 ദ്രാംസാണ്. അപ്പോൾ ഇതും കുഴപ്പമില്ല, കൊന്നാലും കുറച്ച് എന്താ പറയുക ലൈറ്റാണ്, എന്നാലും അത്ര പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. പിന്നെ ഈ ഒരു ക്ലിപ്പ്, ഇത് സാനുവിന് വേണ്ടി വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ച ഒരു ക്ലിപ്പാണ്. കണ്ടപ്പോൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നി. അപ്പോൾ ഇത് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ക്ലിപ്പ് മാതിരി അല്ല അതിൻ്റെ യൂസ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ മുടിയിൽ ഇങ്ങനെ ആദ്യം ഫ്രണ്ടിൽ കുറച്ച് മുടി എടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടിട്ട് ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ വെക്കാൻ പറ്റുന്നത് എനിക്ക് ശരിക്കും പറയാൻ അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഒരു ക്ലിപ്പാണിത്. ഇപ്പോൾ കുട്ടികൾക്കും ഇത് എന്താ പറയുക ഇതുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ ഓരോരോ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഈ ഒരു ക്ലിപ്പും സൂപ്പറാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് കുത്തിയ പോലെയാണ്, എന്നാലും അതൊരു ഹെയർ സ്റ്റൈൽ പോലെയും വന്നു. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് 4 ദ്രാംസാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ശരിക്കും നമുക്ക് കുത്തേണ്ടത്, ക്ലിപ്പ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയില്ലേ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് വിട്ടുപോയൊരു സംഭവമാണ്, ഈ ഒരു ചോപ്പറും കൂടിയും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതൊരു USB കറണ്ടിലല്ല, എന്നാലൊരു USB നമ്മൾ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറുതായിട്ടൊരു ചോപ്പറാണ്. ഇപ്പോൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് അധികം ചെറുതായിട്ടുള്ള സാധനങ്ങൾ, അതായത് പച്ചമുളക് ഒന്നിങ്ങനെ ചതച്ചെടുക്കുക, വല്ല ഉപ്പേരിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകൊക്കെ നമ്മളിങ്ങനെ ചതച്ചെടുക്കില്ലേ, അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അതിനായിട്ട് ആ ഒരു ഇതിനായിട്ട് മിക്സി എടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കുറച്ച് യൂസ്ഫുൾ ആവും. ഇപ്പോൾ ഗാർലിക് മാഷർ എന്നാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാർലിക്കാണ് മെയിനായിട്ട് ഇതിന് അതിൻ്റെ ഒരു യൂസ്. എന്നാലും നമുക്ക് ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മേലൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചാർജ് നിന്നില്ലെങ്കിൽ അതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും അവർ
തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം, കറണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് തേമൂന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഇതിപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കണ കാരണം ഞാൻ കുറേ അധികം സാധനങ്ങൾ വാരി വലിച്ച് വാങ്ങിച്ചില്ല. ജസ്റ്റ് ഒരു ട്രയൽ ഓർഡർ പോലെ ചെയ്തതാണ്. ഇതെല്ലാം കൂടിയിട്ട് പറഞ്ഞാൽ ഒരു 71 ഗ്രാംസായി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 71 ഗ്രാംസായി. പിന്നെ വിചാരിച്ച മാതിരി വന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവമില്ലേ ഞാൻ കാണിച്ചില്ലേ, ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഈ ഒരു കണ്ടെയ്നർ, അത് ശരിക്കും ഞാനത് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു പിക്ചറിലൊക്കെ നോക്കിയപ്പോൾ ഇത് കറക്റ്റ് ഈ 3 നമ്മുടെ വെജിറ്റബിൾ ട്രേയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്നിച്ച് എന്താ പറയുക, അതിലേക്ക് ഗ്യാപ്പില്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ സാധനം നല്ല വലുതാവും എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പക്ഷെ സാധനം വലുതല്ല, സാധനം ചെറുതാണ്. ഇത് ഇത്തിരി ഉള്ളൂ. പിന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് സൈസൊക്കെ നോക്കിയപ്പോൾ സാധനം ചെറുതാണെന്ന് മനസ്സിലായത്. എന്നാലും കുഴപ്പമില്ല. പച്ചമുളക്, നാരങ്ങ, ഇഞ്ചി, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്കിതിൽ ഇട്ട് ഫ്രിഡ്ജിൽ മറ്റേ വെജിറ്റബിൾ ട്രേയിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രശ്നമാണ്. അത് ശരിക്കും എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഈ എയർ ഫ്രയറിൽ വെക്കാനുള്ള ഈ ഒരു സാധനം, ഇതും അവരുടെ ആ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ ഈ പേപ്പർ ഒരു ബൗള് മാതിരിയാണ്, കുറച്ച് പരന്നിട്ട് ഉള്ള ഒരു ബൗള് പോലെയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് വരുമ്പോൾ എന്താ പറയുക, കൊറിയറിലൊക്കെ വരുമ്പോൾ ആ ബൗളിൻ്റെ ഷേപ്പെല്ലാം പോയി വെറും എന്താ പറയുക നമ്മുടെ നോർമൽ ഈ പേപ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ആയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഇത്. പിന്നെ വേറെ മറ്റേ ഓർഗനൈസർ അത് എൻ്റെ സൈഡിൽ നിന്ന് പറ്റിയൊരു തെറ്റാണ്. ഞാൻ അതിൻ്റെ സൈസ് മെഷർമെൻറ്റ് ശരിക്കും നോക്കിയില്ല. കാണുമ്പോഴൊക്കെ നല്ല വലിയ ഇത് മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിങ് ടേബിളിൽ കുറേ സാധനങ്ങൾ കൊള്ളുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സാധനം ചെറുതായി. എന്നാലും കുഴപ്പമില്ല. എന്നാൽ ആ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ നമ്മുടെ ഈ പെർഫ്യൂം ബോട്ടിൽ അതൊക്കെ വെക്കാൻ പറ്റും. നമ്മുടെ ഈ മോയ്സ്ചറൈസർ ക്രീമിൻ്റെ ബോട്ടിലൊക്കെ വലിയ നല്ല ക്രീമിൻ്റെ ആ ഒരു ഡപ്പൊക്കെ ഇല്ലേ, പരന്നിട്ട് വലിയ ഡപ്പ, അതൊന്നും അതിൽ വെക്കാൻ പറ്റും. നിങ്ങൾ തന്നെ കണ്ടതല്ലേ. അപ്പോൾ ഇനി അതിനായിട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ സാധനം വന്നിടത്തോളം ഇതിൽ ഡാമേജസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളാണ്. പിന്നെ ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ ആക്സസറീസാണ്. ഇതിൽ ആക്സസറീസൊക്കെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ എത്ര 3 ഗ്രാംസ്, ഞാൻ ആ ഒരു മൈൽ പീലിയുടെ ആ ഒരു ഇതിൽ കാണിച്ചില്ലേ, അതൊക്കെ 3 ഗ്രാംസ്. ഇത് 5 ഗ്രാംസ്. ഈ ഒരു സാധനം 5 ഗ്രാംസ്. പിന്നെ അതെ സാനുവിൻ്റെ തലയിൽ കുത്താൻ വേണ്ടിയുള്ള ക്ലിപ്പൊക്കെ വാങ്ങിച്ചില്ലേ, ഇതും 3 ഗ്രാംസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല അതായത് ഞാൻ ആക്ച്വലി ഇത് ഈ ആൻക്ലെറ്റ് ആണ് നോക്കിയത്. പക്ഷേ നോക്കി വന്നപ്പോൾ എന്താ പറയുക, എൻ്റെ കാലും ഇത് കൊള്ളണില്ല. ബ്രേസ്ലെറ്റ് മാതിരി ഇടാം, കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഭയങ്കര അടിയായി. അപ്പോൾ ഞാൻ ശരി ഇപ്പോൾ സെറ്റായിട്ട് ഒന്നിച്ച് ഒരു 4 എണ്ണം ഉണ്ടായിരുന്നില്ല ആ ഒരു പാക്കറ്റിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. നോക്കുമ്പോൾ അവൾക്ക് ലക്കായി. എൻ്റെ കാലുമ്പോൾ ഭാഗമല്ല, അവൾക്ക് കാലുമിലും കൈമിലൊക്കെ അവൾക്ക് ഇടാൻ പറ്റും. ഏതായാലും എനിക്കിത് ആക്സസറീസ് ഉണ്ട്. 2 കമ്മൽ, പിന്നെ ഇത് ക്ലിപ്പ്, ഈ ഒരു ബ്രേസ്ലെറ്റൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആക്സസറീസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ട്രയൽ ഓർഡർ വലിയ പ്രശ്നമില്ലാതെ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇനി പുതിയതായിട്ട് ആദ്യമായിട്ട് വാങ്ങിക്കാനുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സൈസ് മെഷർമെൻ്റ് എല്ലാം നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.